പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 62-ാം വാക്യമാണ്. അപ്പോൾ അവൻ പുറത്തേക്ക് പോയി മനം നൊന്ത് കരഞ്ഞു. നമുക്കിതിൻ്റെ പശ്ചാത്തലം ചിന്തിക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും, ഈശോയെ കുരിശിലേക്ക് തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രധാന പുരോഹിതൻ്റെ മുൻപിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പത്രോസും തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഈശോയെ അനുഗമിച്ചിരുന്നു. പത്രോസും ഉണ്ടായിരുന്നു. പത്രോസിനോട് കൂടെയുള്ളവർ ചോദിക്കുക, നീ അവൻ്റെ കൂടെയുള്ളവനല്ലേ? നീയും ഗലീലക്കാരനല്ലേ? പക്ഷേ 3 പ്രാവശ്യം ഈശോയെ അവൻ തള്ളിപ്പറയുന്നുണ്ട്. ഞാൻ അവനെ അറിയുകയില്ല, ഞാൻ അവൻ്റെ കൂട്ടത്തിലുള്ളവനല്ല എന്ന്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ വലിയ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാവിൻ്റെ വിശുദ്ധിയും ഒരു അനുതാപവുമാണ്. അവൻ ഈശോയെ തള്ളിപ്പറയുന്നതിന് മുമ്പ് ഈശോ തന്നെ അവനോട് പറഞ്ഞിരുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. അത് സംഭവിക്കുന്നതാണ് അവിടെ നടക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്കും ഈ വലിയ നൊയമ്പിൽ നമ്മളിലേക്ക് തന്നെ അനുതാപത്തിൻ്റെ ഒരു കൃപ വീട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ച നിമിഷങ്ങൾ, അവിടെയെല്ലാം എന്നിലേക്ക് അനുതാപം കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ജെറമ്യായുടെ പുസ്തകം 15:19 പറയുന്നുണ്ടല്ലോ, നീ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റേതുപോലെയാകുമെന്ന്. നമുക്ക് ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ നാവിൻ്റെ വിശുദ്ധി ഈശോയെ സ്തുതിക്കുവാനും അവിടുത്തെ ആരാധിക്കുവാനും ഒക്കെ ആയിട്ട് നമ്മുടെ നാവിനെ ഉപയോഗിക്കാം. ഈ നോയമ്പിൽ മറ്റുള്ളവരെ വിധിക്കാതെ, കുറ്റം പറയാതെ, തള്ളി പറയാതെ, മാറ്റി നിർത്താതെ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നവരായിരിക്കാം, അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളായിരിക്കാം. എന്തുമാവട്ടെ, നമുക്കെല്ലാവരെയും സ്നേഹത്തോടെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. അവൻ ശത്രുക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമുക്കും പ്രാർത്ഥിക്കാനും അവരെല്ലാം അനുഗ്രഹിക്കാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് വിശുദ്ധ സങ്കീർത്തനങ്ങൾ 119, 130 പറയുന്നുണ്ടല്ലോ, കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നുവെന്ന്. അതുപോലെ തന്നെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാനായിട്ട് അങ്ങയുടെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ നോമ്പിൽ നമുക്ക് കൂടുതൽ വിശുദ്ധിയോടെ വചനത്തിൽ ആഴപ്പെട്ട് കൂടെ കുമ്പസാരിച്ച് മറ്റുള്ളവരെ വിധിക്കാതെ സ്നേഹിച്ച് നമുക്ക് ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു നോയമ്പ് കാലം ആശംസിക്കുന്നു. ക്രൈസ്തവ